പിണറായിയുടെ ചെലവിൽ, പിണറായിയുടെ കെയർ ഓഫിൽ റോഷി അഗസ്റ്റിൻ ശക്തനാവുന്നു. അല്ലെങ്കിലും അധികാരമുള്ളവരായിരിക്കുമല്ലോ എപ്പോഴും ശക്തർ. പാർട്ടി പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ എന്നതിനേക്കാൾ വലിയ അധികാരവും സമ്പത്തൊക്കെ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നത് ഭരണത്തിലിരിക്കുമ്പോഴാണ്. ഭരണത്തിൻ്റെതായ ഒരുപാട് മെച്ചമുണ്ട്. ഭരണകൂടം എന്ന് പറയുന്നത് എപ്പോഴും ഒരുപാട് മെച്ചമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസിനെ വിഴുങ്ങിയിരിക്കുകയാണ്. ജോസ് കെ മാണിയുടെ മൈക്ക് പിടിച്ചു വാങ്ങിച്ച് പറഞ്ഞു, ജോസ് കെ മാണി എന്നെ മത്സരിച്ചാൽ മതി, വേറെ ആരും ഇവിടെ മത്സരിക്കുന്നില്ല, താൻ മത്സരിച്ചോണം മര്യാദയ്ക്ക് എന്നുള്ളത് ജോസ് കെ മാണി വരട്ടി. ജോസ് കെ മാണി പിന്നെ അതിനെ തിരുത്തി പറഞ്ഞു, അങ്ങനെയല്ല റോഷി ഉദ്ദേശിച്ചത്, ഞാൻ മത്സരിച്ചാൽ മതി എന്നുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ റോഷി അഗസ്റ്റിൻ സ്നേഹം കൊണ്ടൊന്നുമല്ല, അവിടെ ഒരുക്കി കൂടെ നിർത്തി തോൽപ്പിച്ച് കൃത്യമായി ജോസ് കെ മാണിയെ നാറ്റിച്ച് അതിൽ നിന്ന് മാറി റോഷി അഗസ്റ്റിൻ അതിൻ്റെ പ്രമുഖ സ്ഥാനത്ത് വരാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണോ, അതോ ഇദ്ദേഹത്തെ തള്ളിയിട്ടിട്ട് ജോസ് കെ മാണിയെ തള്ളിയിടാൻ പിണറായി കൊടുത്തിരിക്കുന്ന അച്ചാരമാണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ജലവകുപ്പിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ? അതിന് ഏതെങ്കിലും ഫയലുകളോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ചവിട്ടി വച്ചിട്ടുണ്ടോ സി എമ്മിൻ്റെ ഓഫീസ് എന്നറിയില്ല. അങ്ങനെ ചവിട്ടി വെച്ചുകൊണ്ട് ഒരു ഒരു ത്രെഡ്, ഒരു ഭീഷണി മന്ത്രിയുടെ പുറത്തുണ്ടോ? അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് എന്തിനാണ് റോഷി അഗസ്റ്റിൻ ചാനലുകളായാലും പത്രങ്ങളിലായാലും ബൈറ്റ് കൊടുക്കുന്ന കാര്യത്തിലായാലും വളരെ കർക്കശമായ നിലപാടെടുക്കുന്നു. ജോസ് കെ മാണി കോൺഗ്രസ്സുകാരുമായി പോയി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ പ്രമോദ് നാരായണനെയും കൂടി കൂട്ടിപ്പിടിച്ച് റോഷി അഗസ്റ്റിൻ പറയുന്നു, ഒരു കാരണവശാലും പോകാൻ പറ്റില്ല, മുന്നണി മാറുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അതെങ്ങനെ ശരിയാവും? അപ്പോൾ ചെയർമാൻ ഒരു വഴിക്ക്, അണികൾ വേറൊരു വഴിക്ക്, റോഷി അഗസ്റ്റിൻ വേറൊരു വഴിക്ക്. റോഷി അഗസ്റ്റിൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ശക്തമായ രീതിയിൽ കേരള കോൺഗ്രസിനെ പിണറായിയുടെ കാൽക്കീഴിൽ കെട്ടാനുള്ള എല്ലാ പണികളും നടക്കുകയാണ്. എന്തിന് കെട്ടുന്നു അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പെന്ന് നമുക്ക് പറയില്ല. അദ്ദേഹത്തെ എങ്ങനെയാണ് ട്രാപ്പ് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. റോഷി അഗസ്റ്റിനെ പിണറായി വിജയൻ സംസാരിച്ചു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചു. എങ്ങനെയാണ് ട്രാപ്പ് ചെയ്തിരിക്കുന്നത് പിണറായി വിജയൻ ഈ റോഷി അഗസ്റ്റിനെ എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ചെയർമാനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് റോഷി അഗസ്റ്റിൻ കയറിപ്പോകുന്നുണ്ട്. അതിന് തെരഞ്ഞെടുപ്പിന് ഗുണം ചെയ്യുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും ഒരു കാര്യം ശരിയാണ്, ജോസ് കെ മാണി വീക്കായി വരുന്നത് നമ്മൾ കാണുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ജോസ് കെ മാണി വളരെ വളരെ വീക്കായി വരികയാണ്. പാലായിൽ മത്സരിച്ചാൽ തോറ്റുപോകുമെന്ന സ്ഥിതിയിലാണ് വരുന്നത്. പക്ഷേ പാലായിൽ മത്സരിക്കാതെ രാജ്യസഭാ സീറ്റ് കഴിഞ്ഞാൽ പിന്നെ എവിടെ നിൽക്കും? അത് വലിയൊരു ചോദ്യമല്ലേ? എന്തെങ്കിലും ചെയ്യണ്ടേ? രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതെ വെറും സെക്രട്ടറി അല്ലെങ്കിൽ ചെയർമാൻ മാത്രം ഇരിക്കുന്നത് ശരിയാണോ? ശരിയല്ല. അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ പോകാതിരുന്നാൽ അവിടെ കിട്ടുന്ന ശീതള ചായയും അത് കിട്ടുന്നൊരു സൗകര്യവും അതുണ്ടാക്കുന്ന ഒരു ഹൈപ്പും ഒക്കെ വേറെയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും മന്ത്രിയാകാനുള്ള വലിയ താല്പര്യത്തിലാണ് ജോസ് കെ മാണി നിൽക്കുന്നത്. തോറ്റുപോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വരാൻ പോകുന്നില്ല, ജോസ് കെ മാണിയും ജയിക്കാൻ പോകുന്നില്ല പാലയിൽ. ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ റോഷി അഗസ്റ്റിൻ കൂടുതൽ ശക്തനാവുകയാണ്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി തോൽക്കുകയും റോഷി അഗസ്റ്റിൻ ജയിക്കുകയും ചെയ്താൽ കളി മാറും. പിന്നെ റോഷി കോൺഗ്രസ്സായി കേരള കോൺഗ്രസ് മാറിയാലും അത്ഭുതമില്ല.